ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി. എൻ്റെ പേര് ദിവ്യ, ഇതെൻ്റെ അമ്മയാണ് സാലി. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് 2023 അന്ന് ഉടമ്പടി എടുക്കണമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ വന്നതെങ്കിലും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, ഞാൻ തിരിച്ചുപോയി. പിന്നീട് 2024 ജൂലൈ 31 ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നു. വരാനുള്ള കാരണം എൻ്റെ ഡിപ്പെൻഡൻറ്റ് വിസ റിജക്റ്റായി. അതിൻ്റെ തലേ ദിവസം ജൂലൈ 30 എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ വിസ റിജക്റ്റ് ആയെന്ന് പറഞ്ഞ്. അതെനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടാക്കി. കാരണം ഞാൻ 6 മാസം വെയിറ്റ് ചെയ്തിരുന്ന് വന്ന ഒരു കാര്യമായിരുന്നു ആ റിജക്ഷൻ. മാത്രമല്ല, ഞാൻ വേറെ പല വഴിയിലൂടെയും ഞാൻ പോകാനായിട്ട് ട്രൈ ചെയ്തെങ്കിലും അതൊന്നും നടന്നില്ല. ഏറ്റവും അവസാനത്തെ ഒരു വഴിയായിരുന്നു ഈ ഡിപ്പെൻഡൻറ്റ് വിസ. അതും നടന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായി. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഏറ്റവും ആദ്യം വെച്ച നിയോഗം തന്നെ എൻ്റെ വിസയുടെ കാര്യമായിരുന്നു. ഏറ്റവും പെട്ടെന്ന് എനിക്ക് പോകാൻ കഴിയണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നീട് എൻ്റെ എല്ലാവർക്കും 10 വർക്കിംഗ് ഡേയ്സ് എടുത്താണ് ആ റിജക്റ്റായ പാസ്പോർട്ട് തിരിച്ചു വരുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് 3 ദിവസം കൊണ്ട് തന്നെ എൻ്റെ പാസ്പോർട്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് പ്രോസസ്സിങ്ങും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. സെപ്റ്റംബർ 4 ഞാൻ എൻ്റെ സെക്കൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പിറ്റേ ദിവസം എനിക്കൊരു മെയിൽ വന്നു, 90 to 120 വർക്കിംഗ് ഡേയ്സ് കൊണ്ടാണ് മെയിൽ നമുക്ക് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ എന്ന്, വിസ വരത്തുള്ളൂ എന്ന്. പക്ഷേ എനിക്ക് ഞാൻ സെപ്റ്റംബറിൽ വെയിറ്റ് ചെയ്തു. ഒക്ടോബറിൽ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ വിസ വരണമെന്ന്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ മനസ്സിലാഗ്രഹിച്ചു, ഒരു രാജ്യം എന്നോ അല്ലെങ്കിൽ കടക്കും എന്നോ ഒരു വചനം എടുക്കുമ്പോൾ അതിലൊരു വേട് രാജ്യമെന്നോ കടക്കുമെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനർത്ഥം മാതാവ് എൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെന്നാണെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയത് ലൂക്കോസ് 12:32, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന വചനമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി. മാതാവ് എന്നെ കാണുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ഒക്ടോബർ 29 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അതിൽ ഞാൻ എൻ്റെ വിസയുടെ കാര്യം വെച്ചില്ല. കാരണം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന്. അതാണ് ഞാൻ എൻ്റെ വിസയുടെ കാര്യം മാത്രം അതിൽ വെച്ചില്ല. പിന്നീട് നവംബർ ഫസ്റ്റ് വീക്ക് ആയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു ഡേറ്റ് പ്രാർത്ഥിക്കാമെന്ന് ആഗ്രഹിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ നവംബർ മാസം തന്നെ എൻ്റെ വിസ വരുവാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞില്ല, എനിക്ക് എൻ്റെ വിസ അടിച്ച പാസ്പോർട്ട് വന്നെന്ന് പറഞ്ഞ് എനിക്ക് ഇന്നലെ മെയിൽ വന്നു. ഇന്ന് ഞാൻ പോയി എൻ്റെ പാസ്പോർട്ട് വാങ്ങി. എനിക്ക് ഒത്തിരി സന്തോഷമായി. മാതാവ് ചെയ്ത ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെയാണ് ഇത്. കാരണം 120 വർക്കിംഗ് ഡേയ്സ് വരെ എടുക്കാവുന്ന ഈ വിസ പ്രോസസ്സിങ് വിത്തിൻ 45 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് തന്നെ മാതാവ് അത് ശരിയാക്കി തന്നു. എൻ്റെ വിസ അടിച്ച പാസ്പോർട്ട് ഞാൻ ഇന്ന് പോയി റിസീവ് ചെയ്തു. എൻ്റെ 2.5 വർഷത്തോളമുള്ള കാത്തിരിപ്പാണ് ഇതിലൊരു വിസ അടിച്ച് വരിക എന്നുള്ളത്. അതുതന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുമാത്രമല്ല, മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് വിസ റിജക്റ്റ് ആയ സമയത്ത് ഞാൻ OET വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞാൻ OET ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ച് പോയി എഴുതിയ ഒരു എക്സാം ആയിരുന്നു. മാത്രമല്ല, ആ സമയത്താണ് എൻ്റെ വിസ റിജക്ഷൻ സംഭവിച്ചത്. അതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് ആ എക്സാം പാസ്സാകാൻ കഴിഞ്ഞു. ഒത്തിരി ട്രൈ ചെയ്തിട്ടും എനിക്ക് OET UK സ്കോർ കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തിട്ട് പോയി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് UK സ്കോർ അമ്മ നൽകി. 4 മൊഡ്യൂളിനും അമ്മ B നൽകി എന്നെ അനുഗ്രഹിച്ചു. ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ പപ്പയുടെ കയ്യിൽ കോച്ചിപ്പിടുത്തവും മറ്റ് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് കയ്യിൽ ഞാൻ എന്നെ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു, കോച്ചിപ്പിടുത്തം കുറഞ്ഞു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഇനി എൻ്റെ ലൈഫ് ലോങ് എനിക്ക് ഈ ഉടമ്പടിയിൽ തന്നെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് മാതാവ് എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ, ഞാൻ പാലിയേറ്റീവ് കെയർ സന്ദർശിക്കാറുണ്ട്. ഉടമ്പടി എടുത്തപ്പോൾ മുതലാണ് ഞാൻ പാലിയേറ്റീവ് കെയറിലൊക്കെ പോകുന്നതും അങ്ങനെ രോഗികളെ കാണുന്നതും അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണത്തിനുള്ളത് കൊടുക്കാറുണ്ട്, പൊതിച്ചോറ് കെട്ടി കൊടുക്കാറുണ്ട്, അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട്.